നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല റവ ഉപ്പുമാവ് തയ്യാറാക്കിയാലോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പം മസാല റവ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൻസി റവയാണ് എടുത്തിരിക്കുന്നത്. അതായത് നല്ല തരിതരിപ്പായിട്ടുള്ള ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എന്തായാലും വേണം, നല്ലതുപോലെ പഴുത്ത തക്കാളിയായ കൂടുതൽ നല്ലത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എരിവിനനുസരിച്ച് വേണം മുളക് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മളിത് നെയ്യിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ ഉണക്കമുളക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ലതുപോലെ ഒന്ന് വഴന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒന്നുകിൽ കാഷ്നട്ട് ആദ്യം നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് അതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റ് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. കുക്കാവുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. അതേസമയം നമ്മൾ ലാസ്റ്റ് വറുത്ത് ചേർക്കുമ്പോൾ ഒന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവാണ്, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ റൈസ് ചെയ്യാറില്ലേ, അതുപോലെ. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണിക്കൊക്കെ, അതായത് കൈമ റൈസിനൊക്കെ ചേർക്കുന്ന പോലെ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് നമ്മുടെ റവയൊക്കെ കുക്കായി സെറ്റായിട്ട് വരട്ടെ. ടേസ്റ്റി ആയിട്ടുള്ള മസാല റവ ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കാഷ്നട്ട് വറുത്തിടാം. കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് സെറ്റായി ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല റവ ഉപ്പുമാവ് ആയതുകൊണ്ടാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്.